വസല്ലം. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അഹമ്മദ് വാഫി കക്കാട് കുറഞ്ഞ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك ونبيك محمد صلى الله عليه وسلم كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. സമയത്തിന്റെ പ്രബുദ്ധമായ ഈ സദസ്സിന്റെ ഉത്ബുദ്ധതയിൽ പ്രതീക്ഷയർപ്പിച്ച് ഞാൻ ഒഴിവാക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പറയാൻ തുടങ്ങണ മുമ്പ് തന്നെ നിങ്ങൾ പോയിന്റ് എഴുതാൻ തുടങ്ങിയില്ല. അതെന്താ പരിപാടി? ഞാൻ പറയാൻ തുടങ്ങിയിട്ടില്ല, അതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ പോയിന്റ് എഴുതണേ. വേറെന്തോ ഒരു പണി അവിടെ വേറെന്തോ ഒരു പണിയുണ്ടാവും. വ്യക്തിത്വം ആണ് നമ്മുടെ വിഷയം. വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം എന്നതാണ് നമ്മുടെ വിഷയം. അങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ ഞാൻ നിർബന്ധിതനാണ്. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കണം. വേണമെങ്കിൽ തക്ബീർ അല്ലിക്കോ. എത്ര മണിക്കൂറായിട്ടുള്ള ഇരിപ്പാണിത്. ഇന്ന കാര്യമായ അസ്വസ്ഥതയൊന്നും കാണിക്കാതെ ചമ്പ്രം പടിഞ്ഞ ഒരൊറ്റ ഇരിപ്പ്. SKSSFന്റെ തൊലബാ വിങ്ങിന് മാത്രമേ ഇങ്ങനെ ഒരു സദസ്സിനെ ഒരുക്കാൻ പറ്റൂ. നിങ്ങൾക്കൊന്ന് നിൽക്കണോ? പ്രയാസമുള്ള ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ നിൽക്കാം. ഞാൻ നിങ്ങളെ നിർത്തിയിട്ട് കുറെ നേരം പ്രസംഗിക്കാനുള്ള പരിപാടിയൊന്നല്ല. കാരണം നിങ്ങളോട് ഞാൻ പറയേണ്ടത് വിദ്യാർത്ഥിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഒരു പ്രഭാഷകന്റെ വ്യക്തിത്വം ഞാൻ പാലിക്കേണ്ടതുണ്ട്. പ്രഭാഷകന്റെ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ തമിഴിലൊരു ചൊല്ല് പറയാറുണ്ട്: സഭയറിന്ത് പേശുക, സമയം അറിന്ത് പേശുക, ചിരിത്ത് പേശുക, പേശാതെയും പേശുക. ഇത് പേശാതെ, സമയം എല്ലാവരും കാരണോട് ഞാൻ അർത്ഥം വെക്കണ്ടല്ലോ, പറയാതെ പറയേണ്ട ഒരു സമയമാണ്. കാരണം അത്ര ആയിട്ടുണ്ട് ഇപ്പൊ സമയം. ഉച്ചഭക്ഷണത്തിന്റെ നേരായിട്ടുണ്ട്. സംഘാടകർ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളിട്ടോന്ന്. പക്ഷെ നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രതയിലിരിക്കണം നിങ്ങളെ മുമ്പിൽ സമയം ലംഘിച്ചാൽ നിങ്ങൾ ഇടപെടുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഒരു വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ സ്റ്റേജിലിരിക്കുന്ന സമയത്ത് ഒരു എഴുത്ത് കിട്ടി. ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി നിങ്ങൾക്കിടയിൽ നിന്ന് ആരോ ഒരാൾ, അയാളെ എനിക്കറിയില്ല, എന്റെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതിനുവേണ്ടി ദുആ ചെയ്യണം എന്നാണ് ആ പ്രിയപ്പെട്ട പുത്രൻ നമ്മളോട് വസിയത്ത് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സദസ്സിലിരിക്കുമ്പോൾ, മതവിദ്യാർത്ഥിയുടെ വ്യക്തിത്വം നിറഞ്ഞു തുളുമ്പുന്ന ഈ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഇവരൊന്ന് ആമീൻ പറഞ്ഞാൽ എന്റെ പിതാവിനത് വലിയ ഒരു മുതൽക്കൂട്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ദുആയുടെ അഭ്യർത്ഥന പോലും നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ വലിയ ഒരു നിദർശനമായിട്ട് കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മുഴുവനും, പ്രത്യേകിച്ച് ആ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത വിദ്യാർത്ഥിയുടെ പിതാവിനും നീ സ്വർഗം നൽകണമേ. അവരെയും ഞങ്ങളെയും നീ ഇഷ്ടപ്പെടണമേ. ഈ കൂട്ടായ്മയുടെ മുഴുവൻ ചൈതന്യവും അവരുടെയൊക്കെ ഖബറിലേക്ക് വിസ്മയകരമായ വിധത്തിൽ നീ എത്തിച്ചു കൊടുക്കണമേ അല്ലാഹ്. എന്റെ മോനെ ഞാൻ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചത് എത്ര നന്നായി എന്ന് ആ പിതാവിന് ഖബറിൽ നമുക്കറിയുമോ? നമ്മളുടെ ഈ വിദ്യാർത്ഥികളുടെ മഹത്വം, അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇത് തൊലബാ വിങ്ങിന്റെ പരിപാടിയാണ്. വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിലെ ജിബ്രീലും ആകാശത്തിലെ മീകായിലും മറ്റു മലായിക്കത്തുമൊക്കെ ഇവരുടെ ഈ വ്യക്തിപ്രഭാവത്തെ ആദരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കൈ പിടിക്കണം എന്നാഗ്രഹിക്കുന്നുവെന്ന്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നേരത്തെ ഓണംപള്ളി ഉസ്താദ് നമ്മളെ വിലക്കി, അല്ലെങ്കിൽ പൊന്നാനിയുടെ ഈ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് എന്തൊക്കെയുണ്ട് മുജീബെ വർത്താനം, അസ്സലാമു അലൈക്കും എന്ന് ജിബ്രീൽ നമ്മളോട് പറയുകയാണേക്കാർ എന്തേക്കാരപ്പം അതിന്റെ ഒരു ക്ഷേമം.
എന്തേക്കാരപ്പ അതിന്റെ ഒരു ഉഷാറ്? പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ നീങ്ങി തന്നില്ലെങ്കിൽ എന്താ എനിക്കെന്നെ മനസ്സിലായിട്ടില്ലേ, ഞാനിപ്പോ ജിബ്രീലിനോട് സലാം പറഞ്ഞു വരാം, നീങ്ങിയിരിക്കാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞോലെ നമ്മള്. അത്ര പറയാൻ മാത്രം മലായിക്കത്ത് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണത്രേ നമ്മൾ. അങ്ങനെയാണത്രേ മാലാഖമാർ നമ്മളെ കണക്കാക്കുന്നത്. ഏത് ഞാൻ പറയല്ലോ, അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ലൗലാ അന്നഹും യുഖദു ബിൽ ഉജ്ബ്, അവർക്കെങ്ങാനും പൊങ്ങച്ചം വരൂലായിരുന്നെങ്കിൽ, അവർക്കെങ്ങാനും ഗർബ് വരൂലായിരുന്നുവെങ്കിൽ ലസോഫഹത്തുഹുമുൽ മലായികത്തു മുആയനതൻ, നേർക്കുനേരെ വന്ന് മലായിക്കത്ത് അവരുടെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുമായിരുന്നു എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ ഉജ്ജ്വലമായ വ്യക്തിത്വമാണ് മതവിദ്യാർത്ഥികൾക്ക് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ പുലർത്തേണ്ട ചിട്ടകൾ എന്താണ്? അതാണ് ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറിയ ഒരു കാര്യം മാത്രം, ഇവിടെ എഴുന്നേറ്റ് നിന്നത് മുതലാവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തന്നു എന്ന് എനിക്കും തോന്നാൻ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കാം. സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട്, ഒരു വിദ്യാർത്ഥി എങ്ങനെയാ ആയിരിക്കേണ്ടത്. കാകദൃഷ്ടിറു ഭഗധ്യാനം ചോനനിദ്ര തഥൈവച അല്പാഹാരം ജീർണവസ്ത്രമേതദ്വിദ്യാർത്ഥി ലക്ഷണം. ഇതൊക്കെയാണ് ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന്. അതിലൊന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് കാകദൃഷ്ടിയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാക്കയുടെ കണ്ണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബുദ്ധിവൈഭവത്തെക്കുറിച്ചിട്ടാണ്. നല്ല ബുദ്ധിയായിരിക്കണം ഒരു വിദ്യാർത്ഥിയുടെ പ്രധാനമായിട്ടുള്ള ഒരു ഗുണം. അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും അർദ്ധസമ്മതം പറയാം, ഏതാണ്ടൊക്കെ ബുദ്ധി ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് എന്ന് പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു വലിയ കഴിവുകളോട് കൂടിയിട്ടാണ് നമ്മളുടെ തലച്ചോറിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഈ ചോറ് കണ്ട നേരത്തെ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുവോ? എന്നാ അതിന്റെ തെളിവായിട്ട് ഒന്ന് നിന്നാണില്ലാരോ. ഏതായാലും ഞാൻ നിന്ന നിപ്പിൽ അങ്ങനെ അങ്ങോട്ട് ചോറ് കഴിക്കാൻ പോകാം ഇൻഷാ അല്ലാഹ്. അത് ചോറ് ഇങ്ങോട്ട് വരില്ല, കുറച്ചേരം നിന്നോളി. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. രക്തചംക്രമണത്തെ ബാധിക്കും 3/4 മണിക്കൂറിലധികം ഇരുന്നാലെന്നാണ്. അപ്പൊ നിങ്ങളോട് നേരത്തെ ബിശ്റുൽ ഹാഫി നിങ്ങളോട് സംസാരിച്ചല്ലോ ആരോഗ്യത്തെ കുറിച്ചിട്ട്, അതിന്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. കുറച്ചേരം നിൽക്കട്ടാ, ആർക്കും വിരോധമില്ലല്ലോ. വേണമെങ്കിൽ കൈയൊക്കെ ഒന്ന് പൊക്കിയിട്ടൊന്ന് ഉഷാറായിട്ട് റാഹത്താവണി, ഒരു വിരോധമില്ല. നല്ല കുട്ടികൾ. നമ്മളെ തലച്ചോറ് വലിയൊരു സംഭവമാണ്. ആ തലച്ചോറുള്ള നമ്മളോ അതിനേക്കാളും വലിയൊരു സംഭവമാണ്. അതുകൊണ്ടാണല്ലോ നബാത്തി ഖുത്ബയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, യബ്ന ആദം യഅജിബുക്കൽ അജബ് ബൽ അൻതൽ അജബ്. മനുഷ്യപുത്ര, അത്ഭുതങ്ങൾ കണ്ടിട്ട് നീ ഇങ്ങനെ അന്തം വിടുന്നു, പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം നീ തന്നെയാണ്. നമ്മുടെ ഈ തലച്ചോറ്, ന്യൂറോണുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ തലച്ചോറ്, നമ്മൾ പറയാണ് ഞാൻ പഠിച്ചിട്ട് പഠിയണില്ല, എനിക്ക് ഓർമ്മയിൽ നിൽക്കണില്ല, എന്താണെന്നറിയില്ല, പരീക്ഷക്കൊക്കെ തയ്യാറായിരുന്നു, പക്ഷേ പരീക്ഷാ ഹാളിലെത്തിയപ്പോ ഒക്കെ മറന്നുപോയി. അതൊക്കെ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് പറയണതാണ്. ഓർമ്മക്കുറവുണ്ടെന്ന് നമ്മൾ ആരോപണം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഓർമ്മ ഉണ്ടാവാൻ നമ്മൾ എന്താ ചെയ്തത്? ശരീരത്തിൽ നല്ല പുഷ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നു ചില ആളുകൾ. നല്ല മസിലൊക്കെ വേണം, 6 പാക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ മിനിമം ഫാമിലി പാക്കെങ്കിലും ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾക്കാരിങ്ങനെ. അപ്പൊ എന്താ അവർ ചെയ്യുക? രാവിലെ തന്നെ ഓടും, പിന്നെ ജിംനേഷ്യത്തിന് പോകും. ജിംനേഷ്യത്തിന് പോയിട്ട് എന്താ കാട്ടുക? മാസാമാസം അവിടെ വാടക കൊടുക്കും. അങ്ങനെ കായ് കൊടുത്തിട്ട് ആരാന്റെ ഇരുമ്പിന്റെ ഉണ്ട വെറുതെ പൊക്കിക്കൊടുക്കും. എന്തിനാണത്? കയ്യില് മസിലുണ്ടാവാൻ, ബോഡി ഫിറ്റ് ആവാൻ. അപ്പൊ കുറച്ചു കാലം കഴിയുമ്പോൾ അവന്റെ നടത്തത്തിന്റെ ഷേപ്പൊക്കെ ഒന്ന് മാറും. കൈയൊക്കെ ഒന്നിങ്ങനെ ദൂരെ പിടിച്ചിട്ട് എണ്ണ തേച്ച കുട്ടികൾ നടക്കണ മാതിരിയാണ് നടക്കുക. അവന്റെ മസിലൊക്കെ പെരുത്തിട്ടുണ്ടാകും. അവൻ അത് ചെയ്തു, അവന്റെ ബോഡി വികസിച്ചു. ഇപ്രകാരം മനുഷ്യൻ അവന്റെ തലച്ചോറിന് പണി കൊടുക്കുകയാണെങ്കിൽ തലച്ചോറും വികസിക്കും. തലച്ചോറ് വികസിക്കുക എന്ന് പറഞ്ഞാൽ തലച്ചോറ് വലുതാവുക എന്നതിനർത്ഥമില്ല. തലച്ചോറിന്റെ കഴിവ് ഉപയോഗിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വരും എന്നാണ് ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തലച്ചോറ് കോടിക്കണക്കിന് ന്യൂറോണുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ തലച്ചോറ്, അതിൽ നിന്ന് 10 ബില്യൺ തലച്ചോറ് മാത്രം എടുത്താൽ അതിൽ ഉൾക്കൊള്ളാവുന്ന വിവരത്തിന്റെ ഒരു സുമാറ് കണക്ക് പറയുന്നുണ്ട്. എത്രയാണെന്നറിയോ? 1000 പേജുള്ള 900 ലക്ഷം പുസ്തകങ്ങളിൽ ഉൾക്കൊള്ളാകുന്ന അത്ര വിവരം ഉൾക്കൊള്ളാൻ തലച്ചോറിൽ 10 ബില്യൺ ന്യൂറോണുകൾ മാത്രം മതി. ബാക്കിയുള്ളതൊക്കെ അവിടെ വെറുതെ കിടക്കുകയാണ്. പിന്നെ എങ്ങനെ നമുക്ക് ഓർമ്മയില്ല എന്ന് പറയാ? മനഃശാസ്ത്രം പറയുന്നത് മറവി എന്ന ഒരു പ്രതിഭാസം ഇല്ല എന്നാണ്.
അപ്പൊ പിന്നെ നമ്മൾ പറയുമല്ലോ, പിന്നെന്താ അന്നാൾ ഉമ്മ എന്നോട് അങ്ങാടി പോയിട്ട് സാധനം വാങ്ങാൻ പറഞ്ഞപ്പോ തിരിച്ചു വന്നപ്പോ ഞാൻ മല്ലിപ്പൊടി വാങ്ങാൻ മറന്നല്ലോ, അപ്പൊ മറവി തന്നെയല്ലത്. അത് മറവിയല്ല അത്രേ, പിന്നെന്താ അത് ഓർക്കാൻ പറ്റായിയാണത്രേ. അത് രണ്ടും ഒന്നല്ലേ? അല്ല, അത് രണ്ടും ഒന്നല്ല, അത് രണ്ടും രണ്ടാണ്. ഓർക്കാൻ പറ്റായി എന്ന് പറഞ്ഞാൽ തൽക്കാലം ഓർമ്മ വന്നിരാന്നാണ്. സംഗതി അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ ഒരു സമയത്ത് ഉമ്മ ചോദിക്കും, എടാ എന്നോട് ഞാൻ ചായപ്പൊടി വാങ്ങാൻ പറഞ്ഞിരുന്നില്ലേ, മല്ലിപ്പൊടി? അത് പറഞ്ഞിരുന്നല്ലേ. അപ്പൊ അതവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അത് തൽക്കാലം ഓർമ്മ വന്നില്ലാന്നല്ലേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഉൾക്കൊള്ളുന്നതൊന്നും തലച്ചോറിന് പിന്നെ അപ്രത്യക്ഷമാകുന്നില്ല എന്നാണ്. കിറാമൻ കാത്തിബീൻ, എല്ലാം അവിടെ ഉല്ലേഖനം ചെയ്യപ്പെടുന്നുണ്ട്, നമ്മൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഫുള്ള് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എന്താ നമുക്ക് പറ്റാതെ പോകണമെന്നറിയോ? നമുക്കതിനെ പുറത്തെടുക്കാനുള്ള കഴിവ് അത് നമ്മൾ പരിപോഷിപ്പിക്കാത്തത് കൊണ്ട് മാത്രമാണ്. കനേഡിയൻ ശാസ്ത്രജ്ഞൻ, ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള വൈൽഡർ പെൻഫീൽഡ് ഒരു സന്ദർഭത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തി ഒരു അപസ്മാര രോഗിക്ക്. അയാൾ ഓപ്പറേഷൻ നടത്തിയ സന്ദർഭത്തിൽ ഒരു വൈദ്യുത തരംഗം, ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുത തരംഗം ഈ രോഗിയുടെ തലച്ചോറിലേക്ക് കടത്തിവിട്ടപ്പോ 40 വർഷം മുമ്പുള്ള ചില കാര്യങ്ങൾ നേർക്കുനേരെ കാണുന്ന ഒരാളെപ്പോലെ ഇയാൾ വിളിച്ചു പറഞ്ഞു എന്നാണ്. 40 കൊല്ലം മുമ്പത്തെ കാര്യം. അതായത് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ അതിന്റെ നിറം, രൂപം, എണ്ണം ഒക്കെ കൃത്യമായിട്ട് ഇയാൾ അപ്പ കാണുന്ന പോലെ പറയണം. അതിനുശേഷമാണ് ഇയാൾ ഈ ലോകത്തോട് ഇത് വിളിച്ചു പറഞ്ഞത്, മനുഷ്യനൊന്നും മറക്കുന്നില്ല എന്ന്. അപ്രകാരം അത് അവിടെ ഉണ്ട്. പിന്നെന്താ നമുക്ക് ഓർക്കാൻ പറ്റാത്തത്? അവിടെ ഉദ്ദീപിപ്പിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. അതിനെ ഉദ്ദീപിപ്പിക്കാൻ നമുക്ക് എങ്ങനെയാ സാധിക്കുന്നത്? അതിനുള്ള ഒരൊറ്റ മാർഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ തലച്ചോറിനെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ, എന്റെ വിഷയത്തിലേക്ക് കൂടുതൽ അടുത്ത് വരണമെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ ഞാൻ പറയേണ്ടതുണ്ട്. സമയം അതിന് അനുകൂലമല്ലാത്തതുകൊണ്ടും നീതിബോധം കുറച്ചുള്ളത് കൊണ്ടും ഞാൻ ഈ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിനെ ഉദ്ദീപിപ്പിക്കാൻ അള്ളാഹു നമുക്കൊരു പ്രത്യേക സന്ദർഭം തന്നിട്ടുണ്ട്, ഒരവസരം തന്നിട്ടുണ്ട്. അതെപ്പോഴാണെന്നറിയോ? തഹജ്ജുദിന്റെ സമയം. ആരെങ്കിലും ജീവിതത്തിൽ ഔന്നത്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ മൻ ത്വലബൽ ഉലാ സഹിറൽ ലയാലി, അവൻ അർദ്ധരാത്രികളിൽ ഉറക്കമിളക്കട്ടെ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഉറക്കമിളക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സുബ്ഹിന്റെ മുമ്പുള്ള തഹജ്ജുദിന്റെ സഹർ എന്ന് പറയുന്ന നമ്മൾ അത്താഴം കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന സമയമാണ്. ആ സമയത്ത് എഴുന്നേൽക്കാൻ ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കും, ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കും. ആ ഒരു സമയം അള്ളാഹു ഒരുപാട് നിധികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സമയം, പ്രകൃതിയെപ്പോലും ശാന്തമായി ഒരുക്കിയിട്ടുള്ള സമയം, കലപില ശബ്ദങ്ങളൊന്നുമില്ലാത്ത ശാന്തമായി നിൽക്കുന്ന പ്രകൃതിയുടെ ആ ഒരു നേരത്ത് നമ്മൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രത്യേകതയുണ്ട്. ആ സമയത്ത് നമ്മുടെ തലച്ചോറിൽ പ്രത്യേകമായിട്ടുള്ള വേവ്സ് ഉണ്ട് എന്നാ പറയുന്നത്. പ്രധാനമായിട്ട് 4 തരം വേവ്സ് ഉണ്ട്. ഞാൻ വലിയ തത്വം പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് നിങ്ങൾ കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. നിങ്ങളെ കുറെ കൂടി രസിപ്പിക്കാവുന്ന, ആവേശിപ്പിക്കാവുന്ന പോയിന്റുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഉപകാരപ്പെടാവുന്ന ഒരു കാര്യം പറയുകയാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വേവ്സിന്റെ പ്രത്യേകത 4 തരം വേവ്സ് ആണ്. 1 ബീറ്റ വേവ്സ്, 2 അൽഫ വേവ്സ്, 3 തീറ്റ വേവ്സ്, 4 ഡെൽറ്റ വേവ്സ്. അതെന്തൊക്കെ വേവ്സ് ആയിക്കോട്ടെ, അത് വിട്ടാളി, പ്രശ്നമാക്കണ്ട. അതിൽ ബീറ്റ വേവ്സിന്റെ പ്രത്യേകത എന്നുവെച്ചാൽ തലച്ചോറിലുണ്ടാകുന്ന തരംഗം, തലച്ചോറിലുണ്ടാകുന്ന സമ്മർദ്ദം എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ആ ഒരു സമ്മർദ്ദം ബീറ്റ വേവ്സിന്റെ സമയത്ത് 35ഓളം സൈക്കിൾ പെർ സെക്കൻഡ് CPS എന്നൊക്കെയാണ് പറയുന്നത് ഉണ്ടാകും. 35 മുതൽ 17 വരെയാണ് അതിന്റെ സമയം എന്ന് പറയുന്നു, അതിന്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നു. അതേ സമയത്ത് ആൽഫ വേവ്സ് ഉണ്ടാകുന്നത് 17 മുതൽ 7 വരെയാണ്. കഴിഞ്ഞു, ആ ഒരു കെട്ടിക്കുടുക്ക് കഴിഞ്ഞിട്ടോ. ഇനി കാര്യം മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ള തീറ്റയൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. നമ്മൾ പേടിച്ച് ബേജാറായി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു കടങ്കഥക്ക് ഉത്തരം കാണാൻ പറഞ്ഞാൽ നമുക്ക് കഴിയൂലല്ലോ. അതാണ് ബീറ്റ വേവ്സ് ആണ് ആ സമയത്ത് ഉണ്ടാവുന്നത്. വല്ലാത്ത ആന്തരിക പ്രക്ഷുബ്ധത അനുഭവിക്കുന്ന സമയത്ത് അതാണ് അധ്യാപകര് വിദ്യാർത്ഥികളെ പേടിപ്പിച്ച് പഠിപ്പിക്കരുതെന്നൊക്കെ പറയുന്നത്. ഈ ബീറ്റ വേവ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. എന്താണോ നമ്മൾ അപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയത്തെ മാത്രമേ അപ്പം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ശാന്തമായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ശാന്തമായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയ വേവ്സ്, അതായത് അൽഫ വേവ്സ്, അതായത് 17ന്റെയും 7ന്റെയും ഇടയിൽ തലച്ചോറിന്റെ തരംഗമുണ്ടാകുന്ന ആ ഒരു സമയം, അത് പ്രഭാതത്തിലാണ്. പ്രഭാതത്തിലെന്ന് പറഞ്ഞ തഹജ്ജുദിന്റെ സമയത്താണ്. നൈമർ പരിചയല്ലേ? ഉണ്ടോ? ആരാ നൈമർ?
ചെറിയ കുട്ടികളെ മറുപറുണ്ട്, വലിയ ആൾക്കാർക്ക് വളവുണ്ട്. നെയ്മറെ പറ്റിയൊക്കെ പറഞ്ഞാൽ നമ്മളെ കുറിച്ച് വേറെന്തെങ്കിലും വിചാരിക്കുമെന്ന് കരുതി ഉണ്ടാതിരിക്കുകയാണ് ചില ആൾക്കാർ. ഈ നെയ്മറുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട ഒരു പഠനം കുറച്ചു മുമ്പ് പത്രത്തിൽ വന്നിരുന്നു. അയാൾക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോ, ലോകകപ്പിന്റെ ഇടയിൽ ആക്സിഡന്റ് ആയ സമയത്ത് അയാളുടെ തലച്ചോറ്, അയാളുടെ കളിയുടെ പ്രത്യേകത അയാള് അൽഫ വേവ്സിലാണ് കളിക്കുക എന്നുള്ളതാണ്. അയാളുടെ തലച്ചോറിൽ വല്ലാത്ത പ്രക്ഷുബ്ധതൊന്നും അനുഭവിക്കൂല. എത്ര ശാന്തമായിട്ട് തലച്ചോറിനെ ഉപയോഗപ്പെടുത്തി കളിക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് നെയ്മറുടെ കളി ഇത്രയും വിദഗ്ധമായ കളിയായി മാറുന്നത് എന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ളത്. ആ വേവ്സ് നമുക്കൊക്കെ ഉണ്ടാകുന്നത് സുബ്ഹിന്റെ തഹജ്ജുദിന്റെ ആ ഒരു സമയത്താണ്. ആ സമയത്ത് ഉണർന്നിരിക്കാൻ നമ്മൾ പഠിക്കണം. ആയുർവേദം ബ്രഹ്മമുഹൂർത്തം എന്നാണ് ആ സമയത്ത് വിളിക്കുന്നത്. എന്നുവെച്ചാൽ ബ്രഹ്മാവിന്റെ മുഹൂർത്തം, എന്നുവെച്ചാൽ പടച്ചോന്റെ മുഹൂർത്തം. ആ ഒരു സമയത്ത് ഭൂമിയുടെ ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹു മനുഷ്യരോട് ചോദിക്കുന്നുണ്ടത്രേ, നിങ്ങൾക്കൊന്നും ആവശ്യങ്ങളില്ലേ? നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ തരാം, ഞാൻ തരാം. അത് ആ സമയത്ത് എന്താ അള്ളാഹു ഉച്ചക്കൊന്ന് ഇറങ്ങി വന്നാല് നമ്മൾ ഈ സുഖമായിട്ട് ഉറങ്ങിയ ആ നേരത്ത് തന്നെ വരണോ? അതല്ല ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാൽ ഉസ്രി യുസ്ര, മെനക്കെടാതെ ഒന്നും കിട്ടുന്ന ആരും വിചാരിക്കണ്ട. ഇന്നമാൽ ഉസ്രി യുസ്ര, മെനക്കെട്ടെങ്കിൽ തന്നെ തരുള്ളൂ. അപ്പോ ആ ഒരു സമയത്ത് വേണമെന്ന് കരുതി ഉണർന്നിരിക്കുന്ന ഒഴിവുണ്ട്. ആ സമയത്ത് പടച്ചവനെ എനിക്ക് ബുദ്ധി വേണം, പടച്ചവനെ എനിക്ക് പഠിക്കണം, പടച്ചവനെ എനിക്ക് മനുഷ്യ സ്നേഹം വേണം, പടച്ചവനെ എനിക്ക് വിശാല ഹൃദയം വേണം, പടച്ചവനെ സാധു സംരക്ഷണത്തിന് എനിക്ക് ശേഷി വേണം എന്നൊക്കെ ഒരാൾ ദുആ ചെയ്താൽ അത് അള്ളാഹു കേൾക്കും. ഒപ്പം ബോധ മനസ്സും ഉപബോധ മനസ്സും ഒരുപോലെ ഉണർന്നിരിക്കുന്നതായതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഉപബോധ മനസ്സ് പാകപ്പെടുത്തി തരികയും ചെയ്യും. ഇതൊക്കെ ആ സമയത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം അള്ളാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഓരോ അത്താഴ സമയത്തും സൂര്യോദയത്തിന്റെ മുമ്പ് പ്രഭാതം, സുപ്രഭാതം വിളിച്ചു പറയുന്നുണ്ടത്രേ. എന്താ സുപ്രഭാതം വിളിച്ചു പറയുന്നത്? സു എന്ന് പറഞ്ഞാൽ നന്മ, നല്ലത്. ഗുഡ്. പ്രഭാതം എന്ന് പറഞ്ഞാൽ രാവിലെ, പുലരി, മോർണിംഗ്, ഗുഡ് മോർണിംഗ്, നല്ല രാവിലെ, സുപ്രഭാതം. ആ സുപ്രഭാതത്തിൽ ഈ പ്രഭാതം വിളിച്ചു പറയുന്നുണ്ട് അത്രേ നമ്മളോട്. എന്താ പറയുന്നത്? എന്താ? അന യൗമുൻ ജദീദ്, ഞാനൊരു സുപ്രഭാതമാണ്, ഞാനൊരു ഫ്രഷ് ആയിട്ടുള്ള പ്രഭാതമാണ്, ഞാനൊരു പുതിയ ദിവസമാണ്. അന യൗമുൻ ജദീദ് വഅന അലൈക്കും ഷഹീദ്. എന്താ നിങ്ങൾ ചെയ്യണത്, എന്താ നിങ്ങൾ ചെയ്യാതിരിക്കുന്നത്, ഇതെല്ലാം ഞാൻ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷിയുമാണ്. ഗാന്ധി സാക്ഷി എന്നൊക്കെ പറയണ മാതിരി, ഗാന്ധി സാക്ഷി എന്ന് പറഞ്ഞ മാതിരി പ്രഭാതവും സാക്ഷിയാണത്രേ. പ്രഭാതം പറയുന്നുണ്ട് അന അലൈക്കും ഷഹീദ്. പിന്നെന്താ പറയണത്? പിന്നെ വലിയൊരു താക്കീതാ പറയണത്, വഅന ലാ അഊദു ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ. ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരുന്ന ആരും വിചാരിക്കരുത്. ഇപ്പൊ നീ കിടന്നുറങ്ങിയ അത് ഉറങ്ങിപ്പോയത് തന്നെ, നീ ഉണർന്നാ നിനക്ക് കിട്ടും. ഇനി ഒരിക്കലും ഞാൻ ഖിയാമം വരെ നിന്നിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് ഓരോ പ്രഭാതവും വിളിച്ചു പറയുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോ ആ ഒരു പ്രഭാത സമയത്തിൽ ഉണർന്നിരുന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ബുദ്ധിയെ പരിപോഷിപ്പിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ആ ഒരു സമയമാണ്. കാലം ഈ വിദ്യ നുകർന്ന, വഹയിന്റെ വെളിച്ചം നുകർന്ന മനുഷ്യരെ കാത്തിരിക്കുകയാണ് നല്ല ഒരു പുലരിക്ക് വേണ്ടിയിട്ട്. ഒരൊറ്റ കഥ ഓർക്കുകയാണ്. ആരോ ഒരാൾ പറഞ്ഞു വെച്ചു, ഒരു സന്ദർഭത്തിൽ സൂര്യൻ അസ്തമിക്കാൻ പോയ സമയത്ത് ഭൂമി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്രേ, സൂര്യൻ അങ്ങസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെളിച്ചം തരാൻ ആരുണ്ട്? ഭൂമി കരഞ്ഞപ്പോ സൂര്യൻ പറഞ്ഞു, ഇതെന്റെ നിയോഗമാണ്, എനിക്ക് അസ്തമിക്കുകയല്ലാതെ നിർവാഹമില്ല. വിഷണ്ണനായി നിൽക്കുന്ന ഭൂമിയോട് ആകാശലോകത്തിന്റെ ചെരുവിൽ ഉദിച്ചുയർന്ന ചന്ദ്രൻ പറഞ്ഞത്രേ, ഭൂമി നീ കരയണ്ട, നിനക്ക് വെളിച്ചം തരാൻ ഇനി ഞാനുണ്ട് എന്ന്. പക്ഷേ മറ്റൊരു നിയോഗമെന്ന പോലെ ചന്ദ്രനും അസ്തമിക്കേണ്ടി വന്നപ്പോ ഭൂമി പിന്നെയും വാവിട്ട് കരഞ്ഞു എന്നാണ്. ആ നേരത്ത് എങ്ങു നിന്നോ പാറി വന്ന ഒരു മിന്നാമിന്നി പറഞ്ഞത്രേ, ഭൂമി നീ കരയണ്ട, എന്റെ അടുത്തുമുണ്ട് ഒരു തുള്ളി വെളിച്ചം, ഞാൻ അത് തരാം, അത് തന്ന് ഞാൻ നിന്നെ പ്രഭ ഉള്ളതാക്കി മാറ്റാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. നമ്മൾ ആരെന്ന് ചോദിച്ചാൽ സൂര്യ തേജസ് പോലെ ജ്വലിച്ചിരുന്ന പുണ്യപ്രവാചകന്റെ കാലം കഴിഞ്ഞു.
അവിടെ നിന്ന് വെളിച്ചം കടം കൊണ്ട താബിഈങ്ങളുടെ, അസ്ഹാബിന്റെ താബിഈങ്ങളുടെ കാലവും കഴിഞ്ഞുപോയി. ഇനിയുള്ളത് നമ്മൾ കേവലം ഒരു തുള്ളി വെളിച്ചമെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്ന മിന്നാമിന്നികളുടെ കാലം. ഇപ്പോ നാം പ്രഖ്യാപിക്കണം, ഭൂമി നീ കരയരുത്, മാലോകരെ നിങ്ങൾ കരയരുത്, ഞങ്ങളുടെ അടുത്തുണ്ട് ഒരു തുള്ളി വെളിച്ചം. ആ ഒരു തുള്ളി വെളിച്ചത്തിന്റെ നിദർശനമായിരിക്കണം നാം അണിഞ്ഞിട്ടുള്ള ഈ തൂവെള്ള വസ്ത്രം. എന്തായിരിക്കണം ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം എന്ന് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കണം: സൂര്യ തേജസ്സിന്റെ കൃത്യനിഷ്ഠ, സൂര്യ തേജസ്സിന്റെ കൃത്യനിഷ്ഠ, അലകടലിന്റെ ക്രിയാത്മകത. സൂര്യ തേജസ്സിന്റെ കൃത്യനിഷ്ഠയും അലകടലിന്റെ ക്രിയാത്മകതയും ഒപ്പം പർവ്വതത്തിന്റെ മാമലകളുടെ സ്ഥൈര്യവും, അതിനെല്ലാം പുറമേ ഒരു പനിനീരിതളിന്റെ നിർമ്മലതയും. അതാണൊരു വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം. സൂര്യ തേജസ്സിന്റെ കൃത്യനിഷ്ഠയും അലകടലിന്റെ ക്രിയാത്മകതയും പർവ്വതങ്ങളുടെ സ്ഥൈര്യവും, എല്ലാത്തിനും പുറമേ ഒരു പനിനീരിതളിന്റെ നിർമ്മലതയും. അല്ലാഹുവേ, പ്രതീക്ഷയോടെ ലോകം കാത്തു നിൽക്കുന്ന ഈ വിദ്യാർത്ഥി സഞ്ജയത്തെ അപ്രകാരമുള്ള ഒരു നന്മയിലേക്ക് നീ ഉയർത്തേണമേ നാഥ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.